ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൂരമാണ് കേട്ടോ. പൂരം അവസാന ഡേ ആണ്. അപ്പോൾ എല്ലാ ഏച്ചിയും അമ്മൂസും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. പൂവൊക്കെ ഇട്ടു. അപ്പോൾ പൂര ചോറുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ കാമന് വൈകുന്നേരം അപ്പം ഉണ്ടാക്കണം. അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ കാണാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഏകദേശം കുറച്ച് പണിയൊക്കെ ആയി. ഇനി കുറച്ച് പണിയല്ല, ഒരു വലിയ പണിയുണ്ട്, അലക്കൽ. അപ്പം ഞാൻ വേഗം അലക്കിയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. പൂക്കൂട്ടിയിൽ പൂവൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സമയം നോക്കി നിൽക്കുകയാണ്, ഒരു 9 മണിയാകുമ്പോൾ ഇടാൻ വെച്ചിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റിച്ചൂസ് കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞ് റിച്ചൂസ്, അപ്പോൾ അവൾക്ക് 1.5 വയസ്സ് ആ ഒരു സമയം, 2 വയസ്സാവുന്ന സമയത്ത്, ഇപ്പോൾ 3 വയസ്സാവാനായി. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈയൊരു കാമനും കഴിഞ്ഞ വർഷം ആക്കിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം അമ്മൂസും റിച്ചൂസും കൂടി ഫോട്ടോവും അതുപോലെ തന്നെ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു, പൂവൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാലോ ഈ ഒരു പൂരത്തിന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു കാമനാക്കിയത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കാമനാക്കിയത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഞാൻ തന്നെ ഒരു സമയമില്ലാണ്ട് തിരക്ക് പിടിച്ചിട്ടാക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യത്തിനെ കാട്ടിയും എനിക്കൊരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു കാമനാക്കിയത്. അപ്പോൾ റിച്ചൂസ് മുണ്ടും വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്രാവശ്യം പൂ കുറവായതുകൊണ്ട് ഇടണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ നിന്നതായിരുന്നു. അവസാനമാണ് തീരുമാനിച്ചത്, ഏതായാലും ഒരു കുഞ്ഞ് കാമൻ്റെ രൂപം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കാമൻ്റെ രൂപമൊക്കെ സെറ്റാക്കുന്ന സമയമാണ്. അപ്പോൾ ഇതാ ചേച്ചിയാണ് കേട്ടോ പൂ ഇടിയിപ്പിക്കുന്നത്. കാരണം അമ്മയാണ് ഇടിയിപ്പിക്കേണ്ടത്. അപ്പോൾ അമ്മക്ക് വയ്യാതുകൊണ്ട് ഏച്ചി പൂവൊക്കെ വാരിക്കൊടുത്ത് കുഞ്ഞിന് പൂ ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൂവിൻ്റെ എങ്ങനെയാണ് ഇടൽ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണണേ. 3 തവണ വാരിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ കിണറിൻ്റെ സൈഡിലും അവിടെയൊക്കെ പൂവിട്ടിട്ട് നമ്മൾ സെറ്റായി. അപ്പോൾ നമ്മൾ അമ്മൂസ് വന്നിട്ടുണ്ട്. ഇതാ അമ്മൂസിന് ഹായ് കൊടുത്ത്. ഇന്ന് അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറയണേ. പൂരത്തിൻ്റെ ദിവസം തന്നെ അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മൂസ് നല്ല പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പോൾ നമുക്ക് പൂരം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇപ്പോൾ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്ത് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. അമ്മായിൻ്റെ ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പണിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പൂരമൊക്കെ ഇങ്ങനെ അവസാനിക്കാൻ പോകുന്നു. ഇനി ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, പയറ് വറവുണ്ട്, അതുപോലെ തന്നെ കക്കരിക്ക പെരക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ പൂവൊക്കെ ഇട്ടു. അമ്മൂസ് ചൂടല്ല, ഐസൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് കടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മൂസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. കണ്ടില്ലേ ദൂരത്തുനിന്ന് അതാ അമ്മൂസ് വരുന്നുണ്ട്. ഒരു വെയിലും, ആ ഒരു വെയിലത്താണ് അവൾ കടയിൽ പോകണം ഐസ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ പോയിട്ട് വരികയാണ്. അപ്പോൾ റിച്ചൂസ് വെയിറ്റിംഗ് ആയിരുന്നു. ഐസ്ക്രീമിൻ്റെ കൊട്ടയൊക്കെ വാങ്ങി വേഗം എടുക്കാനുള്ള ത്രില്ലിലായിരുന്നു അവൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. മാമനുണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ വീട്ടിലത്തെ ഏച്ചിയും പിള്ളറും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സിപ്പപ്പ്, ഗുൽഫി, അതുപോലെ തന്നെ റിച്ചുവിനൊരു കപ്പ് കൂടി ഐസ്ക്രീം വാങ്ങിയിട്ടോ. പക്ഷേ റിച്ചൂസിന് വാങ്ങിയത് റിച്ചൂസിന് ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു അവൾക്ക് കുൽഫിയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ കുൽഫി എല്ലാവരും കൂടി കഴിക്കുകയാണ്. എല്ലാവരും കുൽഫിയും അതുപോലെ തന്നെ സിപ്പപ്പും എല്ലാവരും കൂടി അങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. കണ്ടില്ലേ റിച്ചൂസ് കഴിക്കുന്നത്. അല്ലെങ്കിൽ റിച്ചൂസ് ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. എല്ലാവരും കൂടി ഉണ്ടാകുമ്പം അവൾക്കും ഒരു ഇഷ്ടം ഐസ്ക്രീം എല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മൂസ് ഐസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിപ്പപ്പാണ്, സിപ്പപ്പ് വേഗം കഴിക്കട്ടെ. ഗുൽഫി കൊണ്ടുവന്നിരുന്നു, പക്ഷേ എല്ലാവരും കൂടി എടുത്തു. റിച്ചൂസും എല്ലാവരും കൂടി എടുത്തിട്ട് എനിക്ക് ഗുൽഫി കിട്ടിയിട്ടില്ല. അപ്പോൾ സിപ്പപ്പ് നമുക്ക് വേഗം കഴിക്കാം. നല്ല പൊരി വെയിൽ ചൂട് ആ സമയത്ത് ഐസ് കഴിക്കുമ്പോൾ നമുക്കൊന്ന് കൂളാവും. പിന്നെ കുറച്ച് സമയം എല്ലാവരും കൂടിയിട്ട് പുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയുകയാണ് കേട്ടോ. അപ്പോൾ
സമയം 12:30 അടുത്തെത്തി. അപ്പോൾ അമ്മൂസ് പറയുന്നു നമുക്ക് മാങ്ങ ഒന്ന് പറിച്ചിട്ട് മുളകൊക്കെ കൂട്ടി തിന്നാലോ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് കഴിക്കാൻ പറ്റൂല അമ്മൂസേ, നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അമ്മൂസ് കൊക്കയൊക്കെ എടുത്ത് മാങ്ങ പറിക്കാൻ റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ റിച്ചൂസ് ഒന്നും കഴിക്കുന്നില്ല. പക്ഷേ റിച്ചൂസിൻ്റെ വയ്യെ ഞാൻ 1 മണിക്കൂറായി ഇങ്ങനെ നടന്ന് കഴിക്കുക. പക്ഷെ അവളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അമ്മൂസ് അവളുടെ വയ്യേ പോയിട്ട് അവളെ കുടിക്കുക പറഞ്ഞ് കഞ്ഞി ഒട്ടും ഫുഡ് കഴിക്കില്ല. പക്ഷെ അമ്മൂസ് വന്നാൽ ഒരു ഇത്തിരിയൊക്കെ കഴിച്ചാലായി എന്ന് പറഞ്ഞ അവസ്ഥയില്ല. അപ്പോൾ അവൾ കൊടുത്ത് നോക്കിയെന്ന് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മൂസ് മാങ്ങ പറിക്കാം നമുക്ക്. ഓക്കെ സെറ്റ്. റിച്ചു മാങ്ങ പറിക്കാം. റിച്ചു ഓക്കെ പറ, മാങ്ങ പറിക്കേ. ഓക്കെ, അപ്പം നമ്മൾ മാങ്ങയൊക്കെ പറിക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മൂസ് മാങ്ങയിൽ സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മൂസിന് മാങ്ങ പറിച്ചേ മതിയാവൂ. അവൾ മാങ്ങ പറിച്ച് പറങ്കിപ്പൊടിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി തരും. അപ്പോൾ വളരെ തകൃതിയായി പറിക്കലാണ്. അപ്പോൾ റിച്ചൂസ് ഇത് കണ്ട് കരയുന്നുണ്ട് കേട്ടോ. അവക്കും മാങ്ങ പറിക്കണം എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ മാങ്ങ കിട്ടി കേട്ടോ. അമ്മൂസ് മാങ്ങയും മുളക് പൊടിയും ഒക്കെ എടുത്തിട്ട് നമ്മുടെ സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. ഞാൻ അവൾക്ക് മാങ്ങ നടുവേ കുഞ്ഞു കീറിട്ട് കൊടുത്തു കേട്ടോ, മാങ്ങയുടെ എല്ലാ സൈഡിലേക്കൂടിയും. എന്നിട്ട് അവളൊരു സ്പെഷ്യൽ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് നമ്മൾ. അപ്പം നിങ്ങൾക്ക് മാങ്ങ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവുമല്ലേ. എല്ലാ ഡേയിലും മാങ്ങ തന്നെയെന്ന് പറയുന്നുണ്ടാവുമല്ലേ. പക്ഷെ അമ്മൂസ് വന്നാൽ ഇതാണൊരു പ്രത്യേകത. അവൾക്ക് മാങ്ങ ഇല്ലാണ്ട് പറ്റത്തില്ല. ഒരു മാങ്ങയെങ്കിലും അവൾക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് കല്ലിൽ വെച്ചിട്ട് നമ്മൾ ഇടിക്കാൻ പോവുകയാണ് കേട്ടോ. പറയുന്നു എനിക്ക് തരൂല. അതിനിടയ്ക്ക് റിച്ചൂസ് അമ്മൂസിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറങ്കിപ്പൊടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂസിനോട് എന്തൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മൂസ് വേഗം റെഡിയാക്കി നമ്മുടെ അലക്ക് കല്ലിൻ്റെ അടുത്തേക്ക് പോയിട്ട് മാങ്ങ നല്ല പോലെ കുഞ്ഞിച്ച് ചതച്ച് ചമ്മന്തി ആക്കുന്നുണ്ട്. അപ്പം മാങ്ങ ഇടിച്ച് ചമ്മന്തിയാക്കി നമുക്കിനി ഇത് തുറന്ന് നോക്കാം അല്ലേ. അമ്മൂസ് മാങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. നമ്മുടെ ചതച്ച മാങ്ങയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആക്രാന്തത്തോടെ കൊതിയോടെ ഒരു പൂര മഹോത്സവം പോലെ ഈ ഒരു മാങ്ങ കഴിക്കൽ മത്സരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. അതായത് അമ്മൂസും ഏച്ചിയും അമ്മായിയും അമ്മയും മാമനും അച്ഛനും എല്ലാവരും കൂടി വളഞ്ഞിട്ട് അങ്ങ് മാങ്ങയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഊണിന് പപ്പടമൊക്കെ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. പപ്പടം ഉണ്ട്, അതുപോലെ തന്നെ കക്കിരിക്ക പെരക്കുണ്ട്. കക്കിരിക്ക പെരക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പെരക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ കച്ചമ്പറൊക്കെ ആക്കും പോലെ തേങ്ങയൊക്കെ അരച്ച് കൂട്ടിയിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കക്കിരിക്ക പെരക്ക് എന്ന് നമ്മൾ പറയൽ. അപ്പോൾ പയറ് വറവുണ്ട്, പിന്നെ സാമ്പാറുണ്ട് കേട്ടോ. പൂരത്തിന് പിന്നെ നമ്മൾ ചിക്കനൊന്നും വെക്കില്ല കേട്ടോ, അതുകൊണ്ട് സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇലയൊക്കെ മുറിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇലയിലാണ് ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടുവളപ്പിൽ തന്നെ ഇലയുണ്ട്. അപ്പോൾ ഇല വേഗത്തിൽ പറിച്ച് മുറിച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ഇലയൊക്കെ മുറിച്ച് സെറ്റായി, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഊൺമേശയിൽ എല്ലാം കൊണ്ട് സെറ്റാക്കി വെച്ചു. പപ്പടം, സാമ്പാർ, പയറ് വറവ്, കക്കിരിക്ക പെരക്ക്. അപ്പോൾ ഇനി ഇല വെച്ച് എല്ലാവരും ഉണ്ണുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പൂരത്തിൻ്റെ സ്പെഷ്യൽ എല്ലാവരും ഒരുമിച്ചില്ല ഫുഡ് കഴിയും നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ അമ്മൂസ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. കാമന് അപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. ഇത് കാമന് അപ്പാക്കണം.
ഇത് പൂരച്ചോറാണ് കേട്ടോ. പൂരത്തിന് നമ്മൾ വെല്ലമൊക്കെ ഇട്ട് പായസം പോലെ ഉണ്ടാക്കിയതാണ്. നെക്സ്റ്റ് നമ്മൾക്ക് കാമൻ അപ്പാക്കണം. കാമന് നിവേദ്യം പോലെ വൈകുന്നേരം കാമന് അയക്കുമ്പോൾ യാത്ര അയക്കുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ കാമന് അപ്പാക്കണം. അതായത് അരി അരച്ചിട്ട് അതിൽ ഉപ്പൊന്നും ഇടാണ്ട് പ്ലാവിലയിൽ നമ്മുടെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ പ്ലാവിലയിൽ ഉണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ട് ആവിക്ക് വേവിക്കുക, അല്ലെങ്കിൽ ഓട്ടയുടെ പോലെ ഓട്ടിലിട്ട് വേവിക്കുക. അത് നമ്മുടെ ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. അപ്പോൾ അതോടൊപ്പം നമ്മൾ വിചാരിച്ചു ഏകദേശം ഏതായാലും അരി അരച്ചിട്ട് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചധികം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെള്ളം, അതുപോലെ തന്നെ വെള്ളം അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഉപ്പൊന്നും ഇടാണ്ട് ആക്കിയിട്ടുള്ള ആ ഒരു മാവ് പ്ലാവിലേക്ക് പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ 3-4 ഞാൻ കാമന് വേണ്ടിയിട്ട് ആക്കി. അതൊരു സങ്കല്പമാണ്, ഉപ്പിടാണ്ടാണ് കാമന് കൊടുക്കേണ്ടതെന്നുള്ളൊരു സങ്കല്പമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുറച്ചെണ്ണം ആക്കി വെച്ചു. പിന്നെ ഉള്ളത് നമ്മൾ നല്ലപോലെ കുഴച്ച് അതിലേക്ക് എന്ത് ചെയ്തു, പ്ലാവിലയിലേക്ക് അത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാവ്. അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പ്ലാവിലയിലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇലയിൽ നല്ല പോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡിലേക്കായിട്ട് തേങ്ങയും വെല്ലവും ഇട്ട് മിക്സ് ആക്കിയിട്ടുള്ളത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാവും. അപ്പം റെഡി ആവാനായിട്ടില്ല കേട്ടോ, നമ്മുടെ ഈ ഒരു കൂട്ട് പരത്തി വെക്കുന്നത് സെറ്റാവും. അപ്പോൾ ഇതുവരെ ഇലയുടെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇത് നോക്കിക്കോളൂ കേട്ടോ. അരിമാവ് എടുക്കുക, അരിമാവിലേക്ക് നല്ലപോലെ കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പ്ലാവിലയോ, നിങ്ങൾക്ക് വാഴയിലയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ വാഴയിലയോ, അല്ലെങ്കിൽ എന്ത് ഇലയാണ് നിങ്ങൾക്ക് കംഫർട്ട് ആ ഒരു ഇലയിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെല്ലവും തേങ്ങയും മിക്സ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. സിമ്പിളാണ് ഇലയിട ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുവരെ ഇലയിട ആക്കാത്തവരാണെങ്കിൽ ഇലയിട എന്നാണ് നമ്മുടെ നാട്ടിൽ പറയൽ. ചിലവർ ഇലയപ്പം അങ്ങനെയൊക്കെ പറയുമായിരിക്കും. വേറെ ഏതെങ്കിലും രീതിയിലുള്ള അപ്പം ഇതിന് പേര് നെയിം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇതിന് ഇലയിട എന്നാണ് പറയൽ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ളതൊക്കെ പരത്തി വെച്ച് സെറ്റാക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു അപ്പമൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോ, നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ ആവി പോലെ ഇങ്ങനെ വേവിക്കാൻ കഴിയുന്നത് ആ ഒരു പാത്രത്തിൽ വെക്കാം നമുക്ക്. പിന്നീട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പരത്തി വെച്ചിട്ടുള്ള ഇലയപ്പം ആവണത്ര ഈ ഒരു പരത്തി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള കൂട്ട് നമ്മൾ ഇഡലി ചെമ്പിലേക്ക് വെക്കുകയാണ്. ഇഡലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെക്കുക. അതിൻ്റെ ആവിയിൽ അത് നല്ല പോലെ വെന്തോളും. അതിൻ്റെ ഒരു തട്ടുണ്ടാവില്ല, ആ തട്ടിൻ്റെ താഴെ നമ്മൾ വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവിയിൽ വേവും. 7 മണിയായി. അപ്പോൾ നമ്മൾ കാമനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. റിച്ചൂസ് കാമനെ പറഞ്ഞേക്കണ്ടേ ഇപ്പോൾ? വേണ്ടേ? ഇനി ഇപ്പോൾ അടുത്ത കൊല്ലം വരണല്ലേ കാമൻ? അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് നെക്സ്റ്റ് ഇയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാമനൊക്കെ പറഞ്ഞേക്കാം. 7 മണി 7:15 ആകുമ്പോഴേക്കും നമ്മൾ കാമനൊക്കെ പറഞ്ഞേക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കാമനെ പൂജിക്കാനും അതുപോലെ തന്നെ കാമദേവനെ ആരാധിക്കാനൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചടങ്ങൊക്കെ കാണാം. ചടങ്ങൊന്നുമില്ല, ഇനി പൂക്കളൊക്കെ വാരിക്കൊണ്ടുപോയി ഒരു പ്ലാവിൻ്റെ ചുവട്ടിലിടും. നേരത്തെ കാലത്തെ വരണേ കാമെന്ന് പറയും. വിളക്കൊക്കെ കൊണ്ടുപോയി അവിടെ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ കാമനെ ഇരുത്തും. കാമനെ അവിടെ കൊണ്ടാക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നേരം സന്ധ്യാസമയമായി. നമുക്ക് നമ്മുടെ കാമനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമം. 3 ദിവസം പോക്കിയിട്ട് കാമനെ ഇങ്ങനെ റിച്ചൂസിൻ്റെ കൂടെ ആരാധിച്ചിട്ട് കാമനെ പറഞ്ഞയക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഒരു സങ്കടം കേട്ടോ. അതൊരു വിശ്വാസമല്ലേ, ഓരോരോ നാട്ടിൽ ഓരോരോ ആചാരമല്ലേ. അപ്പോൾ ഇത് നിങ്ങളും കൂടി കാണണം കേട്ടോ, നമ്മുടെ ഉത്സവം, നമ്മുടെ ആ ഒരു ആഘോഷം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് റിച്ചൂസിന് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. അപ്പോൾ റിച്ചൂസിന് നെക്സ്റ്റ് പൂവിന് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കൊടുത്തിട്ട് കൂക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇത് ഈ പൂവൊക്കെ വാരിയിട്ട് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ കൊണ്ടിടണം. അപ്പോൾ കൂട്ടിയിലോ തടുപ്പിയിലോ നിങ്ങൾക്ക് ഏതിലാണോ കംഫർട്ടായിട്ട് വാരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വാരുക. അങ്ങനെ വാരിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വിളക്കും കിണ്ടിയും അതുപോലെ തന്നെ തളികയും ഒക്കെ എടുത്തിട്ട് ഒരു പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് പോകണം. അപ്പോൾ ഇടത് കയ്യിലെ വിളക്ക് അടിച്ചിട്ടുള്ളത്, അത് വലത് കയ്യിലാണ് പിടിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ മറക്കരുത്. എനിക്ക് മാറിപ്പോയതാണ്, പെട്ടെന്ന് 2 വെയിറ്റും കൂടിയപ്പോൾ പെട്ടെന്ന് കംഫർട്ടായിട്ടുള്ളത് എടുത്തതാണ്. പിന്നെ ഞാൻ മാറ്റിയിട്ടോ, 10 ആകുമ്പോൾ മാറ്റി. അപ്പോൾ നമ്മൾ
നെക്സ്റ്റ് നമ്മുടെ കിണറിൻ്റെ സൈഡിലേക്ക് ഇട്ടിട്ടുള്ള പൂവും കൂടി വാരണം. ആ പൂവിനും വെള്ളം കൊടുത്തിട്ട് അതും കൂടി വാരണം. അപ്പോൾ ഞാൻ അത് വാരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതിന് മുന്നേ ഈ ഒരു വിളക്ക് ഫസ്റ്റ് വിളക്കിൻ്റെ ഈ വിളക്ക് നമുക്ക് പ്ലാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കാമെന്ന് വെച്ചാൽ അത് കൊണ്ടുവച്ചു കേട്ടോ ഞാൻ. അതിന് ശേഷമാണ് പൂ വാരാൻ പോയത്. അപ്പോൾ റിജൂസും പൂ വാരാൻ വേണ്ടി റെഡി ആയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും പൂവൊക്കെ വാരി കാമനെ ഇങ്ങനെ യാത്ര അയക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാമനെ യാത്ര അയക്കാൻ വേണ്ടി പോവുകയാണ്. വിളക്കൊക്കെ എടുത്ത് പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഈ പൂവൊക്കെ ആ ഒരു ചുവട്ടിൽ ഇടണം. അതായത് അവിടെ നമ്മൾ ഓലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കാമനെ യാത്ര അയക്കേണ്ട സ്ഥലം. അപ്പോൾ അവിടെ ഇനി അകത്തുനിന്ന് കൊണ്ടുവന്ന പൂ നമ്മൾ അവിടെ ഇടും. അതിന് ശേഷം ആ പൂവിന് അവിടെ നിന്നും വെള്ളം കൊടുക്കും റിച്ചൂസ്. എന്നിട്ട് അവിടെ നിന്ന് 3 പ്രാവശ്യം കൂക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇങ്ങനെ പറയും, നേരത്തെ കാലത്തെ വരണേ കാമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുണ്ട് കുഞ്ഞൾക്ക്. അങ്ങനെ പറഞ്ഞു കൊടുത്തോളൂ. അച്ചാച്ചൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നേരത്തെ കാലത്തെ വരണേ കാമ അങ്ങനെ ഒരു ചൊല്ലലുണ്ട്. ആ ഒരു ചൊല്ല് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ചൊല്ലി കൊടുത്തത് ഞാൻ ജസ്റ്റ് കേട്ടു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കാമനെ യാത്ര അയക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ഇതല്ലേ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ കുറച്ച് സമയം അവിടുന്ന് മാറി നിൽക്കും കേട്ടോ. കാമൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ അപ്പവും നമ്മൾ കൂടെ എടുത്തിരുന്നു. അപ്പം നമ്മൾ പൂവിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും. കാമൻ വന്നിട്ട് അതെടുത്ത് കൊണ്ടുപോകും എന്നുള്ള ഒരു ഐതിഹ്യം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. ഇനി കാമൻ യാത്രയേക്കും നെക്സ്റ്റ് ഇയർ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പൂരക്കുഞ്ഞുകളിലെ ഒരു കുഞ്ഞു ചടങ്ങ്. ഇതിൽ അപ്പുറം ഒരുപാട് ചടങ്ങ് ഉണ്ടാവും. കുറേ ആൾക്ക് വേറെ തരത്തിലുള്ള ചടങ്ങായിരിക്കും. നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഈ ഒരു പൂരക്കാലം, ഈ ഒരു നമ്മുടെ പൂരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റിച്ചൂസിൻ്റെ പൂരം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.